മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. നമുക്ക് പലർക്കും അറിയാം, 90% നമ്മുടെ മരുന്നുകളും ശസ്ത്രക്രിയകളും പ്രൊസീഡിയേഴ്സൊക്കെ ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി കാരണം വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ആ രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി ജീവിതശൈലി തിരുത്തലോട് കൂടിയാണ് ശരിക്കും രോഗം മാറുക. മറ്റേ മരുന്ന് വെച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയ വെച്ച് നമ്മൾ ചികിത്സിക്കാൻ സാധിക്കും. അപ്പം ആ തിരിച്ചറിവ് വളരെ വലുതാണ്, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഈ രീതിയിൽ ജീവിതശൈലി കറക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഡോക്ടർ ജോളി. ഡോക്ടർ ജോളി ശരിക്കും CSLC ക്യാപ്പ് എന്ന് പറഞ്ഞ ജീവിതശൈലി ക്രമീകരണം അതിൽ ഊന്നൽ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഡോക്ടറിൻ്റെ ഫോക്കസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ ജോളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ജീവിതശൈലി ഈ അസുഖങ്ങളുമായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന്. കൂടാതെ ഏത് ഡോക്ടറിൻ്റെ ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മൾ കാണികൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഡോക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസും. അത് നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലർക്കും ഡോക്ടറിനെ നേരത്തെ തന്നെ പരിചയമുണ്ടാവും, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് ഒന്നും കൂടെ ചോദിക്കുന്നത്. അപ്പം ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ്? തീർച്ചയായും. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് അഡ്വൈസ് സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ആ ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പ്രവൃത്തി പരിചയം, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അപ്പോൾ അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നു. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാനും നമ്മളെപ്പോഴും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചെല്ലുമ്പോഴും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തിൽ പെടുന്നത്. അപ്പം ഞാനിപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നതും ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചാണ്, ഇന്നത്തെ പ്രോസ്റ്റേറ്റ് ഓറിയൻറ്റഡ് ഉള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻസും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം ബേസിക്കലി ഞാൻ MBBS കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എടുത്തത്. 1981 ബാച്ചാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് PG ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD ചെയ്തു. അത് കഴിഞ്ഞ് ബേസിക്കലി റീപ്രൊഡക്റ്റീവ് മെഡിസിനിലാണ് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്ത്. അതിനുശേഷം ഗവൺമെൻറ് സർവീസിലായിരുന്നു. പിന്നെ ഒരു 97 ആയപ്പോഴേക്കും റിസൈൻ ചെയ്തിട്ട് കൺസൾട്ടൻ്റായിട്ട് ലൈഫ് കെയർ സെൻറ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നു, എറണാകുളത്ത് തേവരയാണ്. ഇന്നത്തെ വിഷയം പ്രോസ്റ്റേറ്റ് ആണ്. അപ്പം പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ പറ്റിയാണ്. ആദ്യമായിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, പ്രോസ്റ്റേറ്റ് എന്താണ്? ബേസിക്കലി പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലേഡീസിൽ യൂട്രസ് ഉണ്ടല്ലോ, ഗർഭാശയം, അതിന് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ പോലെയാണ്. അതിൻ്റെ വേറൊരു അതിന് പകരമായിട്ടുള്ള ഒരു ഓർഗനായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റിനെ കാണാം. കാരണം യൂട്രസിന് പകരം വേറൊന്നുമില്ല, പ്രോസ്റ്റേറ്റിന് പകരം ലേഡീസിൽ വേറൊന്നുമില്ല. ബാക്കിയുള്ളതിനെല്ലാത്തിനും തന്നെ അതിന് പകരമായിട്ടുള്ളതുണ്ട്. പക്ഷേ യൂട്രസിൻ്റെ പോലെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ മാത്രമല്ല പ്രോസ്റ്റേറ്റിന് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ലേഡീസിൽ വരുന്നത്. പക്ഷേ പ്രോസ്റ്റേറ്റിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റിനകത്തുകൂടെയാണ് പുരുഷന്മാരിലെ മൂത്രനാളി പോകുന്നത്. അതുകൊണ്ട് ഈ മൂത്രമായിട്ടും മൂത്രാശയവും അല്ലെ മൂത്രവിസർജനവുമായിട്ടും അതുപോലെ റീപ്രൊഡക്ഷനുമായിട്ടും വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രത്യേകിച്ച് ഹോർമോൺ ആക്ടിവിറ്റീസ് അതിനകത്ത് വളരെ കൂടുതലായിട്ടുമുള്ള ഒരു ഓർഗനാണ്. അപ്പം പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് സെക്ഷൽ ഫംഗ്ഷനെയും ബാധിക്കും, അതുപോലെ തന്നെ മൂത്ര വിസർജനത്തെയും ബാധിക്കും. ഈ പ്രോസ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പ്രോസ്റ്റേറ്റിന് ഉള്ള അസുഖം എന്തോ മൂർച്ഛിച്ച് അത് ക്യാൻസറായി മാറുന്നു, അങ്ങനെയൊക്കെയാണ് ചിന്ത. ശരിക്കും എന്തൊക്കെ രോഗങ്ങളാണ് ഈ പ്രോസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണുന്നത്? പ്രോസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് 3 തരം രോഗങ്ങളാണ്. മിക്കവാറും എല്ലായിടത്തും തന്നെ 3 തരമാണ്. ഒന്ന് ഇൻഫെക്ഷൻ വരും, നമുക്ക് അണുബാധ. പിന്നെ ഉള്ളതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാം, പിന്നെ മുഴകൾ, പിന്നെ ക്യാൻസർ. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂഷ്വലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരാം കൂടുതലും. പക്ഷേ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്
ഇൻഫെക്ഷനായിട്ട് വരാറുള്ളത്. അത് നമുക്ക് ആൻറ്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്യാം. പക്ഷേ അതിന് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഉള്ളതാണ് ഓട്ടോഇമ്യൂൺ പ്രോസ്റ്റൈറ്റിസ്. അത് പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ പോകും. അതിനായിട്ട് പോയി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരാം. അപ്പം അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. സാധാരണ നിലയിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, അതിൻ്റെ കൂടെ എപ്പോഴും മൂത്രം പോകണമെന്ന് തോന്നും. അതൊക്കെയാണ് പ്രോസ്റ്റൈറ്റിസ് വരുന്നത്. അതായത് ലേഡീസിലൊക്കെയാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പെന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷന്മാരിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി അത് പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ്. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസ്റ്റൈറ്റിസ്. അതിൽ നമ്മൾ മറ്റ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് മാറാതെ വേദനയും ഇത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മുഴകളൊന്നും ഇല്ല, പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് ഒന്നും ഇല്ല. ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിൻ്റെ രണ്ടും കൂടെ ഒന്നിച്ചും പോകാവുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളത് ക്യാൻസർ, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, BPH എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും BPH ആണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസറും മൂത്രാശയ സംബന്ധമായും അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷനായിട്ടും പ്രസന്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇങ്ങനെ പ്രോസ്റ്റേറ്റിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്താണ് ലക്ഷണങ്ങൾ? യൂഷ്വലി മൂത്രം ഒഴിക്കുന്നത് സംബന്ധിച്ചായിരിക്കും പ്രശ്നം വരുന്നത്. ഒന്നെങ്കിൽ തുടങ്ങുമ്പം മൂത്രം എപ്പോഴും പോകണമെന്ന് തോന്നുമായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ രാത്രി പിന്നെ 2-3 പ്രാവശ്യമൊക്കെ എടുത്ത് മൂത്രം ഒഴിക്കേണ്ടി വരിക. പിന്നെ മൂത്രം പോകാൻ ചെന്നിരിക്കുമ്പോൾ ഫ്ലോ സ്ലോ ആവുക. അതുപോലെ ഫ്ലോ വരാതെ ഇരിക്കുക. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലായിരിക്കും വരുന്നത്. പിന്നെ കംപ്ലീറ്റ് പാസ് ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ്, കഴിഞ്ഞ് കഴിയുമ്പോഴും കെട്ടി നിൽക്കുന്നത് പോലെ. അത് നമുക്ക് സ്കാൻ നോക്കുമ്പോഴും അറിയാം. അവിടെ റെസിഡ്യൂവൽ യൂറിൻ എന്നും പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടാകും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെയും മൂത്രം നിൽക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതായത് നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റീസ്, ഇജാക്കുലേഷനും അതുപോലെ ഓർഗാസത്തിനും എല്ലാത്തിനും പ്രോബ്ലംസ് വരാം. അപ്പം ഇതെന്തെങ്കിലും തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഈ പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നോക്കുക. അതിന് സിമ്പിൾ ടെസ്റ്റ് മതി. മൂത്ര തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ തോന്നുമ്പം പ്രോസ്റ്റേറ്റ് വളരുന്നുണ്ടോ എന്നുള്ളത് ഒന്നും നോക്കണ്ട. ഡെഫിനറ്റ്ലി ഒരു മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. പിന്നെ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും അറിയാം, അതിനകത്ത് സെമനോ അല്ലെങ്കിൽ യൂറിനോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയാം. അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ വളർച്ച എന്തെങ്കിലും, മഴ പോലെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നറിയാം. നെക്സ്റ്റ് വേണ്ടി വരുന്നത് ഒരു PSA ടെസ്റ്റാണ്. ക്യാൻസർ ഉണ്ടോ എന്നറിയാനുള്ളത്. ഇപ്പോൾ PSA എപ്പോഴും ക്യാൻസർ മാത്രമാണോന്നില്ല, ചിലപ്പോൾ ഒരു ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ടുണ്ടെങ്കിലും PSA കൂടുതൽ വരാം. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇൻഫെക്ഷൻ്റെ ഒക്കെയാണ് PSA പെട്ടെന്ന് തന്നെ ആ ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് കുറയും. പക്ഷെ ക്യാൻസറിൻ്റെ ആണെങ്കിൽ അത്രയും പെട്ടെന്ന് കുറയില്ല. അപ്പം ഈ PSA ടെസ്റ്റ്, അതുപോലെ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, അതിന് എക്സ്റേ റേഡിയേഷനോ ഒന്നും ഇല്ലാത്ത സ്കാനിങ് ആണ് അത്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള സെമൻ ടെസ്റ്റ്, അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് തന്നെ മതിയാവും. യൂഷ്വലി യൂറിനും അവിടെ കൂടെയാണല്ലോ പോരുന്നത്. ഈ ടെസ്റ്റുകൾ വഴി നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഈ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസിയ അത് ശരിക്കും പറഞ്ഞാൽ 50 വയസ്സിലും കൂടുതലുള്ള 2 പേരിൽ ഒരാൾക്കുണ്ടാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഈ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണോ ഇത്? അപ്പം അത് എന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി ഇത് വളരെ കൂടുതലായിട്ടുള്ള ഇതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് 50 വയസ്സ് തന്നെയല്ല, അതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങും. അപ്പം നമ്മൾ എല്ലാവരും ശരിക്കും ചെയ്യേണ്ട ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സ്കാനിങ് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഗ്രേഡ് 1 പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ കഷണ്ടി ഉള്ളവരുണ്ടല്ലോ, കഷണ്ടി ഉള്ളവർ നേരത്തെ തന്നെ നോക്കണം. ഒരു 40 ആകുമ്പോൾ തന്നെ പ്രോസ്റ്റേറ്റിന് അവർക്ക് ചാൻസ് കൂടുതലാണ്. കാരണം കഷണ്ടിയും ടെസ്റ്റോസ്റ്ററോണുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അതായത് മെയിൽ ഹോർമോണുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയയും ടെസ്റ്റോസ്റ്ററോൺ മെയിൽ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട, കാരണം പ്രോസ്റ്റേറ്റ് ഈ ടെസ്റ്റോസ്റ്ററോണിന് അത്ര എക്സ്പ്രഷൻ ഉള്ള ഒരു ഓർഗനാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പം BPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രോത്ത് കൂടുകയാണ്, അത് ഓവറായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിൽ പലപ്പോഴും വെറുതെ ഹോർമോൺ കൂടിയത് മാത്രമാവണമെന്നില്ല. നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരുന്നത്,
അല്ല ചില ന്യൂട്രീഷൻ്റെ ഓവറായിട്ട് വരുന്നത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. അപ്പോൾ അത് ഓവറോൾ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലാതെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ നോക്കി അതിനെ കുറയ്ക്കാനാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നേ. അതായത് ഗ്രേഡ് 1 ആണെങ്കിൽ 0യിലേക്ക് കൊണ്ടുപോകണം, ഗ്രേഡ് 2ഓ 3ഓ ആണെങ്കിൽ അതിനെ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പറേഷൻസും അല്ലെങ്കിൽ അത് ക്യാൻസറിലേക്ക് പോകുന്നതും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ BPH പോലെ തന്നെ ഈ പ്രോസ്റ്റാറ്റിസ് എന്ന് പറയുന്ന അത് ശരിക്കും എന്താണ്? അതും വളരെ കോമൺ ആണെന്ന് പറയുന്നു. പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിന് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. നമ്മുടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞ മോഡേൺ മെഡിസിൻ അനുസരിച്ച് പറഞ്ഞ ഇൻഫ്ലമേഷൻ. ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അണുബാധ മൂലം ഉണ്ടാകുന്നത്. അതിൻ്റെ സിമ്പിളാണ് ട്രീറ്റ്മെൻറ്റ്. അത് നമുക്ക് അണുബാധ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ അണുബാധ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഈ നമ്മുടെ വൃഷ്ണങ്ങളും അതായത് ഈ ബീജം കൊണ്ടുവരുന്ന ട്യൂബുമായിട്ട് കണക്റ്റഡ് ആണ്. അത് പ്രോസ്റ്റേറ്റ് അതിനകത്ത് തന്നെ പ്രോസ്റ്റേറ്റിനകത്തേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ആണ് നമ്മളുടെ ഈ ബീജവാഹിനി കുഴലിൻ്റെയും മൂത്രാശയത്തിൻ്റെയും പ്രവർത്തനം ഉണ്ട്. മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ സെക്ഷൽ ഫംഗ്ഷൻ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് ഓണും ഓഫും പോലെ വരുന്നത് ശരിക്കും പ്രോസ്റ്റേറ്റിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അപ്പം ഈ പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റിസിന് അങ്ങോട്ട് ഇൻഫെക്ഷൻ പോകാം. അപ്പോൾ അത് റീപ്രൊഡക്ഷനെയും ബീജത്തിൻ്റെ പ്രൊഡക്ഷനെയും ഒക്കെ ബാധിച്ച് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് അത് ഈ പ്രോസ്റ്റേറ്റിസ് വെരി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസ്റ്റൈറ്റിസ് വരാം. അത് വരുമ്പം അതിലും രണ്ടിനും ഏകദേശം സിംറ്റംസ് ഒന്നായിരിക്കും. പക്ഷേ യൂഷ്വലി ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടുതൽ പെയിനും കുറച്ചും കൂടെ ഒരു അഗ്രസീവ് പെയിനും അതുപോലെ മൂത്ര തടസ്സവും ഒക്കെ വരാം. പക്ഷെ പ്രോസ്റ്റൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂൺ ആണെങ്കിൽ കുറച്ചും കൂടെ പതുക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പതുക്കെ പിന്നെ മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവും. ഇപ്പോൾ പ്രോസ്റ്റൈറ്റിസ് ഉള്ള ആൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റൈറ്റിസ്, അതായത് യൂറിനറി ബ്ലാഡറിനും കൂടെ വരാം. അപ്പോൾ അതും ഒരു പ്രോഗ്രസീവ്, അത് പതുക്കെ വാസ് ഡിഫറൻസ്, അതായത് നമ്മുടെ ഈ ബീജവാഹിനി കുഴലുകളിലും ഒക്കെ കയറി അത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും ഒരിടത്തും നിൽക്കുകയില്ല. അണുബാധ പോലെ അത് മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ മറ്റുള്ളവരിലേക്ക് പകരുകയില്ല. പക്ഷെ അണുബാധ നമ്മൾ ഇതിൻ്റെയൊക്കെയാണ് പകരുമെന്ന് പറയുമല്ലോ. ഈവൻ സെക്ഷൽ ആണെങ്കിലും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് യൂഷ്വലി പകരുകയില്ല. പക്ഷെ അത് ഡിസ്കംഫർട്ട് ഉണ്ടാകും, അത് മറ്റ് ഓർഗനിലേക്ക് പതുക്കെ വ്യാപിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഓട്ടോ ഇമ്മ്യൂൺ വെച്ചും പ്രോസ്റ്റേറ്റൈറ്റിസ് വരുമെന്ന് പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ശരിക്കും എന്താണ് കൂടുതൽ മനസ്സിലാക്കുന്നത്? ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാത്തിലും ഓട്ടോ ഇമ്മ്യൂൺ ആണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് മനസ്സിലാകുന്നത്? ഈ പ്രോസ്റ്റേറ്റിന് വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂത്രത്തിന് ചെറിയ വേദനയും ഇതൊക്കെ ആയിട്ട് നമ്മൾ യൂഷ്വലി സ്പെഷ്യലിസ്റ്റ് യൂറോളജിസ്റ്റ് ആണല്ലോ. മൂത്ര സംബന്ധമായിട്ടുള്ളതിൻ്റെ യൂറോളജി സർജനാണ് യൂഷ്വലി ഇത്. കാരണം ഇതിനൊക്കെ മെഡിസിൻസ് വളരെ കുറവാണ്. സാധാരണ ഫിസിഷ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ യൂറോളജിസ്റ്റിൻ്റെ അടുത്താണ് സാധാരണ എല്ലാവരും ചെല്ലുന്നത്. അപ്പം യൂറോളജി ടെസ്റ്റൊക്കെ നോക്കി യൂഷ്വലി തരുന്നത് മൂത്ര തടസ്സം, അല്ലെങ്കിൽ എപ്പോഴും യൂറിൻ പോകണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെ മൂത്രം പോകുമ്പോൾ ഒക്കെ തോന്നുന്നു പറയുമ്പോൾ ഒരു ടെസ്റ്റൊക്കെ നോക്കിയിട്ട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് ആയിരിക്കും തരുന്നത്. ഈ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചിട്ട് ഒന്നും മാറുന്നില്ല, പിന്നെയും വരികയാണെങ്കിൽ സിസ്റ്റൈറ്റിസോ അല്ലെങ്കിൽ പ്രോസ്റ്റൈറ്റിസോ ആണെന്ന് സസ്പെക്ട് ചെയ്യണം. അതിന് ചില ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് ഒരു IgG4 എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കത് ഇവിടെ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കേരളത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട് നോക്കാനായിട്ട്. പക്ഷേ അത് ഒരിടത്തും ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നിന്നല്ല, ഇവിടെ നമ്മളിപ്പം ബോംബെയിലുമൊക്കെ സാധാരണ നമുക്ക് ബോംബെക്ക് ഡൽഹിക്കൊക്കെ അയച്ചും ചെയ്യുന്നതിനകത്തും യൂഷ്വലി അത് കാണാറില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇതിന് ഫ്യൂ മന്ത്സ് നമുക്കും ചിലപ്പോൾ അത് അവൈലബിൾ ആയെന്നിരിക്കും. അപ്പം അല്ലെങ്കിൽ നമുക്ക് IgG കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ മറ്റു ചില ടെസ്റ്റുകൾ നോക്കുമ്പോൾ തന്നെ അത് ഓട്ടോ ഇമ്മ്യൂൺ ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ടെസ്റ്റ് അതാണ്. പക്ഷെ അല്ലാത്ത ചില ടെസ്റ്റുകൾ നോക്കുമ്പോഴും നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ നേച്ചർ ഉണ്ടോ സ്പെസിഫിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും സംശയിക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. അത് ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും, ഇപ്പം വാദം പോലെയുള്ള സന്ധിവാതമാണെങ്കിലും, ലിവറിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും, കിഡ്നിയുടെ IgA നെഫ്രോപ്പതി ആണെങ്കിലും എല്ലാത്തിനും അത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് കറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരിടത്തെ അല്ല. അപ്പോൾ അത് പിന്നെ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ ഇത് കാണാറുണ്ട്. പിന്നെ ഉള്ളത് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് സ്റ്റിറോയിഡ്സ് ആണ്, ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ഇതിനകത്ത് മരുന്ന്. മോഡേൺ മെഡിസിനിൽ മരുന്നായിട്ട് വരുന്നത് ഇമ്മ്യൂണോ സപ്രസൻസാണ്. ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. ഓട്ടോ പ്രോസ്റ്റൈറ്റിസ് ആണെങ്കിൽ
സ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്ന് കൊടുക്കും. പക്ഷെ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ അപാകത കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യും. അതിൽ നമ്മളിപ്പോൾ ഇവിടെ പ്രോസ്റ്റേറ്റിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജോയിന്റിനെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ സന്ധിവാതം എന്ന് പറയും, ലിവറിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയും, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, തൈറോയിഡിനെ അഫക്റ്റ് ചെയ്താൽ തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അപ്പം ആ വ്യത്യാസം മാത്രമല്ല, ഏത് ഓർഗനെയാണോ അതിൻ്റെ ഐറ്റിസ് എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇതിൻ്റെ റൂട്ട് കോസ് ഒന്നാണ്, അത് കറക്റ്റ് ചെയ്യുക. ശരിക്കും ഈ പ്രോസ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ പൊതുവെ ഇതെല്ലാം ഈ ഹോർമോൺ പ്രോബ്ലമാണ്, ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം അതേപോലെ തന്നെ പറയുന്നത് ഈ PCOS, സ്ത്രീകളിലുള്ള PCOSന്റെ കാര്യവും ഇതുമായിട്ടൊക്കെ എന്തോ സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെയാണ്. അപ്പം ശരിക്കും ഈ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതൽ വരുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പം എന്താണ് ഈ PCOS, പിന്നെ ഈ ഇതുമായിട്ട് ഈ BPH-ഉം ഹോർമോൺസും ആയിട്ടുള്ള കണക്ഷൻ? നമുക്ക് ഇതൊക്കെ നമുക്ക് ഈ ഓട്ടോഇമ്യൂൺ പ്രോസ്റ്റൈറ്റിസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പൊന്നും ഇതൊന്നും നമുക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ലേഡീസിൻ്റെ PCOSനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അവരുടെ അതിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസാണ് പറയുന്നത് ഈ ലേഡീസിന് PCOS, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിന് ഇക്വലൻ്റ് ആയിട്ടാണ് മെയിലിൽ ബോൾഡിങ്ങും പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയയും വരുന്നത്. അതായത് ആദ്യം ബാൾഡിങ് ആയിരിക്കും വരുന്നത്. അപ്പം പലർക്കും ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് 10-24 വയസ്സുള്ളപ്പോൾ തന്നെ മുടി കഷണ്ടിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലേഡീസിന് ചെറുപ്പപ്രായത്തിൽ തന്നെ തുടങ്ങും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ഒക്കെ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ളവരിൽ ആ ഫാമിലിയിൽ ഇതായിട്ട് തന്നെ നമുക്ക് ജനറ്റിക് ആയിട്ട് തന്നെ ഇത് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹോർമോണാണ്. PCOSലാണെങ്കിലും ഹോർമോണാണ് വരുന്നത്, ആക്ഷൻ വരുന്നത്. അത് നമ്മളുടെ ശരിക്കും ഒരു LH റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് LH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി എന്നുള്ള ഒരു ഹോർമോണാണ്, ബ്രെയിനിൽ നിന്ന് വരുന്ന ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മൾട്ടിപ്പിൾ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഇന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ നമ്മുടെ ഹോർമോൺ റിസപ്റ്റേഴ്സ്, അത് LH തുടങ്ങി, LHലും ടെസ്റ്റോസ്റ്ററോണിലും തുടങ്ങി, ശരിക്കും ടെസ്റ്റോസ്റ്ററോണിൻ്റെ തന്നെ ഒരു ഹയർ ഫോമാണ് റിയലി ആക്റ്റീവ് ആകുന്നത്. അത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയും, DHT. ഈ DHT ആണ് ഫൈനലി ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഹെയർ ഫോളിക്കിളുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DHT നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇപ്പം ലേറ്റസ്റ്റ് ഇത് പറയുമ്പോൾ വീണ്ടും ഓട്ടോഇമ്യൂൺ ആണ് കയറി വരുന്നത്. അതും ഈ ഹെയർ ഫോളിക്കിളിന് വരുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്നാണ് പറയുന്നത്. അതിൽ ആ റിസപ്റ്റേഴ്സ് ആണ്, DHT റിസപ്റ്റേഴ്സ് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ആ രീതിയിൽ വരുമ്പം ഈ DHTയുടെ അളവ് കൂടും. അത് നമ്മളുടെ ഹെയർ ഫോളിക്കിളിനെ അട്രോഫിക് ആക്കുകയാണ്, ഹെയർ ഫോളിക്കിളിനെ നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെയാണ് ബാൾഡിങ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുതലോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഇവരുടെ ഈ പ്രോസ്റ്റേറ്റിലെ ആക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സം ഇറഗുലാരിറ്റി വരികയാണ്. എന്നാൽ കൂടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇറഗുലർ ആക്ഷൻ കൊണ്ട് പ്രോസ്റ്റേറ്റ് വളരാൻ തുടങ്ങും. അതാണ് BPH ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് വളരുന്നു, അത് പുറത്തേക്കാണോ അകത്തേക്ക് തള്ളിയാണോ വളരുന്നതെങ്കിൽ അകത്തെ മീഡിയൻ ലോബ്, അതിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതിൽ അകത്തേക്കുള്ള ഭാഗത്ത് അല്ലെ മൂത്രത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് മൂത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് വളരുന്നതെങ്കിൽ നമുക്ക് മൂത്ര ലക്ഷണങ്ങൾ കൂടുതലായിരിക്കും. അതിലെ തന്നെ ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പ്രോസ്റ്റേറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ടെസ്റ്റിസുമായിട്ട് കണക്ട് ചെയ്യുന്ന വാസ് ഡിഫറൻസും ഇജാക്കുലേറ്ററി ഡക്റ്റും ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ സെക്ഷൽ ഫംഗ്ഷനിലായിരിക്കും ആക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെതായ പൊസിഷൻ അനുസരിച്ച് വ്യത്യാസം വന്നു. അപ്പം ശരിക്കും ഈ ബോൾഡിങ്ങുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോൾഡിംഗ് എന്ന് പറയുന്നത് പലർക്കും വളരെ ലോ ഏജിൽ കയറി വരികയാണല്ലോ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് പോലെ തന്നെ അതിന് എന്തെങ്കിലും രീതിയിൽ ഈ ബോൾഡിങ്ങിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ അപ്പം കംപ്ലീറ്റ് കഷണ്ടി ആയി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത ഹെയർ ഫോളിക്കിൾ ഗ്രോ ചെയ്യുന്നു വരുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നെറ്റി കയറാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ഒന്നെങ്കിൽ വോട്ടക്സ് ഇവിടെ ആയിരിക്കും, ഓക്സിപിറ്റൽ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറൽ ആയിരിക്കും വരുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഏറ്റവും പ്രധാനം അവിടെ വരുമ്പോഴും നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതൽ അടിയരുത്. ഈ കൊഴുപ്പും ടെസ്റ്റോസ്റ്ററോണും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എല്ലാമായിട്ട് ബന്ധമുണ്ട്. ബേസിക്കലി ലേഡീസിലെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൂടുതലാണ്. കാരണം ജനറ്റിക്കലി തന്നെ ലേഡീസിന് ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. നോർമലി തന്നെ ഒരു 20 to 25% ആണ് ലേഡീസിൽ ഹെൽത്തി ആയിട്ടുള്ളവരുടെ തന്നെ ഫാറ്റ് പെർസെൻറ്റേജ്. അതുകൊണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എല്ലാം ലേഡീസിന് വരാൻ കൂടുതലായിരിക്കും. ഇപ്പോൾ PCOS എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഫസ്റ്റ് ഇത് വരുമ്പോൾ ഓവർ വെയിറ്റ് വരിക എന്നുള്ളതാണ് സാധാരണ വരുന്നത്. ഇപ്പം ലീനായിട്ടുള്ള PCOSലാണെങ്കിൽ തന്നെ അവരുടെ ബോഡിയിൽ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് കൂടുതലായിരിക്കും. അവരുടെ മസിൽ വീക്കായി പോയി പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് കൂടുതലായിരിക്കും. ആ പ്രപ്പോർഷൻ തെറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെൻസും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും കാണാറുണ്ട്, അവർക്ക് ഏറ്റവും വറിയുള്ള ഒരു കാര്യം മുടി പോകുമോ എന്നുള്ളതാണ്. പക്ഷെ മുടി പോകാതെ നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മുടെ ഓവർ വെയിറ്റ്. കുടവയർ വരുന്നുണ്ടോ എന്ന് കാണുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. പക്ഷെ എല്ലാ കഷ്ടിയുള്ളവർക്കും കുടവയർ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും എല്ലാം നമ്മുടെ ബോഡിയെ അത് കറക്റ്റാക്കി നിർത്തി കറക്റ്റായിട്ടുള്ള എക്സസൈസും കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു പരിധി വരെ ഈ ബോൾഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കഷണ്ടിക്ക് മരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതിയ പല മരുന്നുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പുതിയ മരുന്ന് വരുമ്പോഴും നമുക്കതിന് എല്ലാത്തിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെനോക്സിഡിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുണ്ട്. അതുപോലെ പല ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ, അതായത് ടെസ്റ്റോസ്റ്ററോണിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി വരുന്നുണ്ട്. പക്ഷേ അതിലതൊക്കെ ശ്രദ്ധിക്കണം. ഇമ്മ്യൂണോതെറാപ്പിയോ കഷണ്ടിക്ക് മരുന്നുണ്ട്, പലപ്പോഴും മീഡിയയിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഹൈപ്പായിട്ട് കാണാറുണ്ട്. കാരണം അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഈ മേജർ കമ്പനീസ് ആണല്ലോ ഇതൊക്കെ വരുന്നത്. പക്ഷെ അതിനകത്തൊക്കെ ബ്ലാക്ക് മാർക്ക് എന്ന ലേബിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർണിംഗ് സൈൻ ഉണ്ടാവും. നമ്മൾ ആൽക്കഹോളിൽ ക്യാൻസർ പോസിബിലിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്മോക്കിംഗ് ക്യാൻസർ എന്നുള്ള പോലെ ഈ മരുന്നുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഇമ്മ്യൂണോതെറാപ്പി മരുന്നിൻ്റെയൊക്കെ ഒരു കോംപ്ലിക്കേഷനാണ് ക്യാൻസർ. കാഷിൻ്റെ ട്രീറ്റ് ചെയ്തിട്ട് ക്യാൻസർ വരുത്തേണ്ട കാര്യം ഇല്ലല്ലോ. പക്ഷെ നമ്മൾ അത്രയും എഫേർട്ടിന് പോകേണ്ട കാര്യമില്ല. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നത് സ്വയം നമ്മൾ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണെന്നില്ല, അത് നമ്മൾ സയൻറ്റിഫിക്കലി ടെക്നോളജി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യണം. അപ്പം നമുക്കത് കറക്റ്റ് ഈ ബോൾഡിങ്ങിനെ ആണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. മുടി കൊഴിച്ചിലിൻ്റെ ഈ DHTയുടെ ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഇല്ലെങ്കിലും ഇല്ലയെന്ന് വിചാരിക്കുന്നതാണെങ്കിലും അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് DHT പ്രോബ്ലം വരാം. അത് ശരിക്കും എന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഡയബറ്റീസ് ഇല്ല, അപ്പം പിന്നെ DHTയുടെ പ്രോബ്ലം കൊണ്ട് ബോൾഡിങ് ഉണ്ട്, എന്താണ് അതിൽ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പം അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ഇല്ലാഴികയല്ല, പലരിലും ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പം അതുകൊണ്ടുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വരാൻ, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് വന്ന് മൂത്ര തടസ്സം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കും അതുപോലെ, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്നവരല്ല ഞാൻ പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്, ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നാച്ചുറലി ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. ഇപ്പം നമ്മൾ പല പേഷ്യൻസിനും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ് ഇൻസുലിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. ആക്ച്വലി ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലാണല്ലോ എൻ്റെ എക്സ്പെർട്ടൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഷുഗർ കുറയുന്ന പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഒരാഴ്ച കൊണ്ട്, ഇപ്പം ഒത്തിരി ഹൈപ്പർ ഇൻസുലിനീമിയ ഉള്ള പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഹൈപ്പർ ഇൻസുലിനീമിയ കുറഞ്ഞിട്ടുണ്ടാവും. ഹൈപ്പർ ഇൻസുലിനീമിയ വരുന്നത് എന്തുകൊണ്ടാണ്? ഇൻസുലിൻ റിസപ്റ്റർ വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ DHT കൂടുന്നത് എന്തുകൊണ്ടാണ്? റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഹോർമോൺ ഡയബറ്റീസിനെ സംബന്ധിച്ച് പ്രോബ്ലം വരുന്നത് ഡയബറ്റീസിൻ്റെ ഇൻസുലിൻ്റെ റിസപ്റ്റേഴ്സിനാണ് പ്രോബ്ലം. ഇവിടെ പ്രോസ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അത് ടെസ്റ്റോസ്റ്ററോൺ റിസപ്റ്റേഴ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് വരുന്നത്. ഈവൻ തൈറോയിഡൈറ്റിസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന തൈറോയ്ഡ് പ്രോബ്ലം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അവിടെ TSH റിസപ്റ്ററാണ് ബ്ലോക്ക് ആകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനെ ഒന്നായിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റുകൾക്കും ഈ പ്രോബ്ലം ഉള്ളവർക്ക് മിക്കവാറും പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് പലർക്കും ഡയബറ്റീസും ഉണ്ടാകും, അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇതൊന്നും ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മുടെ ബോഡി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പം ഡയബറ്റീസ് വരുന്നയാൾക്ക് ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ LH റിലേറ്റഡ് ആയിട്ടുള്ള LH ആണ് ഈ ഗ്രോത്തിനെ കുറച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. വേറെ LH എന്ന് പറഞ്ഞാൽ ഈ TSH ബ്രെയിനിൽ നിന്ന് വരുന്നതാണ് തൈറോയിഡിന്റെ. എന്ന് പറഞ്ഞാൽ LH ബ്രെയിനിൽ നിന്ന് സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ് ടെസ്റ്റിക്കുലർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിന്റെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹോർമോണാണ്. അപ്പം ഇതിന്റെ അളവ് കൂടുന്നതും മതി ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വരാൻ. സോ ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി ആ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പം നമ്മളുടെ ഈ മോഡേൺ സയന്റിഫിക് നോളജ് എല്ലാം കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ പറ്റുന്നത്. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഓരോ പാർട്ടിനെ ഓരോ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രോബ്ലം. പിന്നെ BPH എന്ന് പറയുന്ന പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം വരുമ്പോൾ അതിന് എന്തൊക്കെയാണ് ശരിക്കും ഒരു പേഷ്യന്റിന് ഓപ്ഷൻസ് ഉള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ക്ലിനിക്കലി ഞാൻ ജസ്റ്റ് ആരോടെങ്കിലും നിങ്ങളൊന്ന് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മതി, വെയിറ്റ് കുറച്ചാൽ മതി, അത് കഴിയുമ്പോഴേക്കും പ്രോസ്റ്റേറ്റ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്നത്തെ മോഡേൺ സയൻറ്റിഫിക് ടെക്നോളജിയും സയൻറ്റിഫിക് സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പം ഈ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ ഗ്രേഡ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് പറയുന്നത് യൂഷ്വലി നമ്മൾ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ സൈസാണ് നമ്മൾ സ്കാനിങ്ങിൽ നോക്കുന്നത്. ഒരു 20 to 25 മാക്സിമം 30 വരെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ 25 മുകളിലേക്ക് വരുമ്പോഴേക്കും അല്ലെ 27 മുകളിലേക്ക് വരുമ്പോഴേക്കും മൈൽഡ് പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസ് എന്ന് പറയും. പിന്നെ BPH എന്ന് പറയും. പിന്നെ 35 to 40 അങ്ങനെ ഓരോ ലെവൽ വെച്ചാണ് നമ്മൾ ഗ്രേഡിങ് പറയുന്നത്. അപ്പം അത് ആ പ്രോസ്റ്റേറ്റിന്റെ സൈസും അതുപോലെ തന്നെ റെസിഡിയൽ യൂറിൻ നമ്മൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് എത്ര മൂത്രം പ്രോസ്റ്റേറ്റിൽ ബ്ലാഡറിൽ കിടക്കുന്നുണ്ട്. കാരണം മൂത്രത്തിന് തടസ്സമാണല്ലോ ഇതുണ്ടാക്കുന്നത്. പ്രോസ്റ്റേറ്റ് യൂറിത്ര ഈ പ്രോസ്റ്റേറ്റിനകത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയാണ് തടസ്സം വരുന്നത്. മൂത്രം മൊത്തം ഒഴിക്കാൻ പറ്റാതെ വരും. അങ്ങനെ തടസ്സം വരുന്നുണ്ടോ ഈ കാര്യമാണ് നമ്മൾ സ്കാനിങ്ങിനാണേലും നോക്കുന്നത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രൊഫഷണലായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നടത്തി നമ്മൾ അപ്പം അവിടെ പ്രോസ്റ്റേറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആവും. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റും. HbA1c ഷുഗർ മാത്രമല്ല നമുക്ക് HbA1c ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ BP ഉള്ളവർക്ക് BPയും കുറയും. കാരണം ഈ പ്രോസ്റ്റേറ്റ് പേഷ്യൻസിന് എല്ലാം തന്നെ ഈ പ്രോബ്ലംസും കൂടെ ഉണ്ടാകും. ഓൾറെഡി അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു ഡീറ്റെയിൽ ടെസ്റ്റ് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പലതും എല്ലാം ഉണ്ടാകണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് മാറാമെന്നുള്ളതാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പം ശരിക്കും ഫസ്റ്റും ലാസ്റ്റും, കാരണം ഞാൻ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഗ്രേഡ് 4 കാണാറുണ്ട്. ഈവൻ PSA കൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞവർക്കും കാണാറുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു അക്യൂട്ട് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂറിനറി റിട്ടൻഷൻ ആയിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കത്തീറ്ററൈസേഷൻ വേണ്ടി വരും അപ്പോഴത്തേത് മാറാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകും. കാരണം ഈ അതിൻ്റെ ഇങ്ങനെ കെട്ടിക്കിടന്ന് നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും. അതിന് ആൻറ്റിബയോട്ടിക് വേണ്ടി വരാം. പിന്നെ മൂത്രം ഈസി ആയിട്ട് പാസ് ചെയ്യാൻ ചില ബീറ്റ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ ഈ അക്യൂട്ട് ഇങ്ങനെ കൂടുതൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ മെഡിസിൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഫൈനൽ റിസൾട്ട്, ഫൈനൽ സൊല്യൂഷൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. യൂഷ്വലി ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനും ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള അത്യാവശ്യം മരുന്നുകളൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ 1-2 മാസം മാത്രമേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് ആ മരുന്നുകളൊക്കെ നിർത്താൻ പറ്റുന്നതേ ഉള്ളൂ. പ്രോസ്റ്റേറ്റ് സർജറിക്ക് പോകേണ്ട ബിനൈൻ കണ്ടീഷനിൽ പ്രോസ്റ്റേറ്റ് സർജറിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ഈവൻ നമ്മൾ ഏർലി കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഈവൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷനും യൂറിനറി പ്രോബ്ലം നമുക്ക് ടോട്ടലി പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഒരു റീസണബിളി ഒരു ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഏർലി അല്ല കുറച്ച് ലേറ്റ് ആയിട്ടുള്ളവർ, പോസ്റ്റ് സ്റ്റേജ് ഉള്ളവർ പോലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നില്ല, ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് മനസ്സിലാക്കി എടുക്കണം, അത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ പ്രോസ്റ്റേറ്റിന്റെ ഇഷ്യൂ പറയുമ്പോൾ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ചെയ്യാം എന്ന് നമ്മൾ പറയുമ്പോൾ പേഷ്യൻസിൻ്റെ ഓപ്ഷൻ ശരിക്കും എന്ത് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ പേഷ്യൻസ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പം ഗുളിക കഴിച്ചാൽ അതൊന്ന് മാറിയാൽ പിന്നെ അതാണല്ലോ എളുപ്പം എന്നുള്ള രീതി ചിന്തിക്കുമല്ലോ. കൂടാതെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ അത്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ അത് എളുപ്പമല്ലേ, ഒരു വൺ ഇവൻ്റ് അല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരല്ലേ ഇത് ഉള്ളൂ. പിന്നെ ആരാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഇത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത്? അത് ശരിക്കും നമ്മൾ ഏതെങ്കിലും പേഷ്യൻ്റ് പറഞ്ഞോ അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇപ്പം എനിക്കൊന്ന് ഞാനൊരു 2-3 വർഷം ഒന്നല്ല, ഒരു
ആഫ്റ്റർ കോവിഡ് ടൈം മുതലാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നും അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു ആക്ച്വലി. കോവിഡിന് മുമ്പാണ്, 19 അന്ന് മുതൽ വീഡിയോസ് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റിനെ കുറിച്ച് വിട്ടിട്ടുണ്ട്. അത് കണ്ട് യൂഷ്വലി അവർ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് അയച്ചു കൊടുത്ത്, റിലേറ്റീവ്സ് അയച്ചു കൊടുത്ത്, അങ്ങനെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന പേഷ്യൻ്റാണ് എൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പം അത് വളരെ ലിമിറ്റഡ് ആൾക്കാരിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു ട്രൂത്താണ്. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓരോന്നിനും പോയിന്റ് ഓഫ് വ്യൂവിൽ സയൻറ്റിഫിക്കലി നോക്കി ചെയ്യാന്ന് പറയുന്നത്, അത് മറ്റ് സാധാരണ ഇപ്പോൾ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാലോ, അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാലോ, അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നാലോ ഒന്നും ഈ ലെവലിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നില്ല. അവരെല്ലാം മരുന്നല്ല, സർജറി ഓറിയൻറ്റഡ് ആണ്, മോഡേൺ മെഡിസിൻ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ശരിക്കും മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് മരുന്നിൽ അല്ലെങ്കിൽ ഓപ്പറേഷനിലാണ്. അവിടെയാണ് നമ്മുടെ പ്രോബ്ലം. ശരിക്കും മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഓപ്പറേഷൻ. രോഗിയാണേലും വരുന്നത് മരുന്ന് തരാൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പം ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്താണെങ്കിൽ ഡെഫിനറ്റ്ലി യൂറോളജിസ്റ്റ് സർജറി ഓറിയൻറ്റഡ് ആണ് അവർ പഠിച്ചിരിക്കുന്നത്. ഒരു BPH ആയിട്ട് ചെന്നാലും, ക്യാൻസർ ആയിട്ട് ചെന്നാലും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരത് ഓപ്പറേഷൻ കൂടി എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അല്ലാതെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് അവരുടെ വിഷയമല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കണം, പേഷ്യൻ്റ് തന്നെ തീരുമാനിക്കണം, എനിക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണോ, എനിക്ക് മരുന്ന് വേണോ. മരുന്ന് ഡെഫിനറ്റ്ലി ഇപ്പം കുറച്ചൊക്കെ മരുന്ന് തന്ന് നോക്കും. ആദ്യം മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും മരുന്ന് തരും. പക്ഷേ ഇപ്പം നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് ആയിട്ട് ഒരു പ്രോസ്റ്റേറ്റ് പ്രോബ്ലം ആയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടാംസ്ലോസിൻ എന്നൊക്കെ പറഞ്ഞൊരു ബീറ്റ ബ്ലോക്കർ മരുന്നുണ്ട്. അത് മൂത്രം പോകുന്നതിനൊക്കെ ഫ്രീക്വൻസി കുറയ്ക്കും, മൂത്രത്തിൻ്റെ ഒരു ഇത് കുറയ്ക്കും, അതൊക്കെ ചെയ്യും. പിന്നെ അതുകൂടാതെ പിന്നെ കൊടുക്കുന്ന ഒരു ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ മെഡിസിനാണ് ഡ്യൂട്രാസ്ട്രൈഡ് എന്നൊക്കെ പറഞ്ഞത്, ഫെനസ്ട്രൈഡ്, യൂട്രാസ്ട്രൈഡ് എന്നൊക്കെ പറഞ്ഞു. അത് ആൻറ്റി ടെസ്റ്റോസ്റ്ററോണിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും കുറച്ച് ബെനിഫിറ്റ് കിട്ടും. പക്ഷേ അത് ലോങ് ടൈം സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നാണ്. അപ്പം അതൊക്കെ എടുക്കാം. ഷോർട്ട് ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും പേഷ്യൻ്റ് കാണുന്നത് 10-20 വർഷമായിട്ട് ഈ ടാംസ്ലോസിനും അതുപോലെ ഫെനസ്ട്രൈഡ് പോലെയുള്ള ഡെസ്ട്രോസ്ട്രൈഡ് ഒക്കെ പോലെയുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. അതൊക്കെ നിർത്തി ഒരു യൂറിനറി പ്രോബ്ലം ഇല്ലാതെ ആക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് മനസ്സിലാക്കി അത് ബേസിക്കലി അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സർജറിയുടെ സൈഡ് ഇഫക്റ്റ് മനസ്സിലാക്കി ആരും സർജറിക്ക് പോകില്ല. ഈ പറഞ്ഞല്ലോ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യാം. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് ശരിക്കും പേഷ്യൻസ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് പറ്റാതെ വരുന്നത്? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് പറ്റാതെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയെ സംബന്ധിച്ച് വരേണ്ട കാര്യമില്ല. പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണേൽ. പക്ഷേ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നാൽ അന്നേരം നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് മാത്രം മൂത്രം പോകാൻ പറ്റില്ല. അതിന് സമയമെടുക്കും. അന്നേരം നമ്മൾ പ്രോസ്റ്റേറ്റിൽ യൂറിത്രയിൽ കൂടി ഒരു ട്യൂബ് ഇട്ട് മൂത്രം ക്ലിയർ ചെയ്യണം, മൂത്ര തടസ്സം മാറ്റി കൊടുക്കണം. ആ സമയത്ത് ഈ ടാൻസ്ലോസിനും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ ആ സ്റ്റേജിൽ ഉപകരിക്കും. അപ്പം ആ സ്റ്റേജ് അക്യൂട്ട് കണ്ടീഷനിൽ നിന്ന് പേഷ്യൻറ്റിന് പുറത്ത് കൊണ്ടുവന്ന് കൂടി വന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ ട്യൂബ് മാറ്റാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് മൂത്ര തടസ്സമായി മൂത്രം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് നമ്മൾ ട്യൂബ് ഇടുക എന്നുള്ളതാണ്. അതിൽ തന്നെ പുറത്തേക്ക് കിടക്കുന്ന ട്യൂബ് അല്ലാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റേണൽ ആയിട്ട് ഇടാവുന്ന ട്യൂബുകളും വരുന്നുണ്ട്. പക്ഷെ അത് വേറെ ചില കണ്ടീഷനിലൊക്കെയാണ് അത് കൂടുതൽ എഫക്റ്റ്. നമ്മൾ യൂഷ്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോളിസ് കത്തീറ്റർ എന്ന് പറഞ്ഞൊരു കത്തീറ്റർ ഇടും, യൂറിനറി കത്തീറ്റർ. അതിട്ട് മൂത്ര തടസ്സം മാറ്റി കൊടുക്കുക, പേഷ്യൻ്റ് ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അത് പക്ഷെ ഞാൻ ആ സ്റ്റേജൊക്കെ അതായത് അതിപ്പം ഞാനായിട്ട് നമ്മുടെ ഒരു ക്ലിനിക്കിലോ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് തടസ്സത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യില്ല. അപ്പം ചെയ്യുന്നില്ല. നമ്മളല്ലാതെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ്. അപ്പോൾ ഏതെങ്കിലും പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മൂത്ര തടസ്സം വന്നാൽ അവർ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് തടസ്സം മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അവർ അവിടെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ മിക്കവാറും എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ അത് കഴിയുമ്പോൾ അവരൊരു സ്കാനിങ് നോക്കി പ്രോസ്റ്റേറ്റിൽ പ്രോബ്ലം ഉണ്ട്, ബയോപ്സി വേണമെന്ന് പറയും. അപ്പം ബയോപ്സി വേണമെന്ന് പറയുന്നവരാണ് മിക്കവാറും എൻ്റെ അടുത്തേക്ക് വരുന്നത് ആ ഒരു സ്റ്റേജിൽ. അപ്പം പ്രോസ്റ്റേറ്റിന് ഒരു തടസ്സം വന്നല്ലോ, മൂത്രം ബ്ലോക്ക് വന്നു. അപ്പോൾ ഇനി അടുത്ത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ മിക്കവാറും അവരുടെ PSA കൂടുതലായിരിക്കും. അപ്പോൾ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയണം, ബയോപ്സി വേണമെന്ന് പറയും. അപ്പോൾ ഈ പേഷ്യൻസ് ആയിരിക്കും യൂഷ്വലി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് ചിലരുണ്ട് ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ വരുന്നവരുണ്ട്. ചിലർ മൂത്ര തടസ്സത്തിലേക്കൊക്കെ എത്തുന്ന വളരെ ചുരുങ്ങിയ പേരിലാണ്. മിക്കവാറും പേർക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള ഈ പ്രോബ്ലം വരും. ഈ ടാംസ്ലോസിനോ അല്ലെങ്കിൽ ടാംസ്ലോസിൻ പ്ലസ് ടെട്രോസ്റ്റൈഡ് പോലെയുള്ള മരുന്ന് കഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ അവർ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് വരുന്നവരായിരിക്കും കൂടുതൽ വരുന്നത്.
അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അവിടെ ഫസ്റ്റ് സിംറ്റമാറ്റിക് റിലീഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മരുന്നുണ്ടോ എല്ലാം കുറച്ചുകൊണ്ട് വരും. അത് അപ്പം മിക്കവാറും ഒരു 3 മന്ത്സ് ആകുമ്പം ഒരു പ്രോസ്റ്റേറ്റിന്റെ ഗ്രേഡ് 3 ആണെങ്കിൽ അത് 1ലേക്ക്, എത്രയാണെങ്കിൽ 2ലേക്ക് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. പിന്നെ എല്ലാ പേഷ്യൻ്റ് ഇത്ര കറക്റ്റായിട്ട് നോക്കിയിരുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ് പ്രോസ്റ്റേറ്റിന് മാത്രമല്ല, അവർക്ക് വേറെ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടോ, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ കൊളസ്ട്രോള്, ഇതെല്ലാം മാറി മിക്കവാറും ഇതിനെ മരുന്നുകളിൽ നിന്നെല്ലാം മാറാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ സർജറി ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കാരണം സർജറിക്ക് ഈ പ്രൊസ്റ്റേറ്റിനെ ഓറിയന്റഡ് അല്ലെ, മൂത്രനാളത്തിനകത്ത് സർജറി ചെയ്യുമ്പം അതിന് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ സർജറിയിൽ പെടുന്നത്. പിന്നെ പലർക്കും അറിയില്ല ഈ സർജറി അല്ലാതൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറിയാതെയാണ് പലപ്പോഴും അതിലേക്ക് പലരും പോകുന്നത്. ഇപ്പൊ ഈ സർജറി കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സർജറി കഴിയുമ്പോഴത്തേക്ക് ഓരോ ഇഷ്യൂസൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് എന്നുള്ളത് ജനറലി പേഷ്യൻസിന് അറിയേണ്ട ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇഷ്യൂസ് എന്താ? പ്രോസ്റ്റേറ്റിന്റെ സർജറീസ് ആദ്യകാലത്തൊക്കെ ഓപ്പൺ സർജറി ആയിരുന്നു. അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പം അതൊന്നും ആരും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസെക്ഷൻ ആണ് വന്നത്. പ്രോസ്റ്റേറ്റിക് ടെർപ്പ് എന്ന് പറയും. നമ്മൾ ഒരു സ്കോപ്പ് കയറ്റിക്കൊണ്ട് നമ്മൾ അതിനെ റിസെക്റ്റ് ചെയ്യുന്നത്. അത് തന്നെ ചെയ്യുന്ന രീതികളുണ്ട്. അപ്പം അതിൽ മോണോപോളാർ ഉണ്ട്, ബൈപോളാർ. അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അതിൻ്റെ എക്യുപ്മെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ട്രാൻസ്യൂറിത്രൽ പ്രോസ്റ്റേറ്റ് റിസെക്ഷൻ, അതാണ് ട്രാൻസ്യൂറിത്രൽ, അതായത് യൂറിത്രയിൽ കൂടെ സ്കോപ്പ് കയറ്റി അവിടെ വെച്ചുകൊണ്ട് ഇത് റിസെക്റ്റ് ചെയ്ത് മാറ്റുക. ഇപ്പൊ പിന്നെ ലേസറാണ്. അത് 2 തരം റാഗ്, പിന്നെ വേറൊരു പലതരം ലേസറുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈവൻ സ്റ്റീം ഇഞ്ചെക്ട് ചെയ്യുന്ന സ്പെഷ്യൽ മെഷീനുകളുണ്ട്. അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ് അതിനകത്ത് കയറ്റി അതിനകത്തേക്ക് പല സൂചികൾ വെച്ച് നീരാവി കയറ്റി അവിടെ നീരാവി ആ പ്രോസ്റ്റേറ്റിലേക്ക് വിടുന്നു. അപ്പോൾ ആ പ്രോസ്റ്റേറ്റിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി പ്രോസ്റ്റേറ്റിനെ നശിപ്പിക്കാൻ പല രീതികളും നമ്മൾ ശ്രമിക്കുകയാണ്. അതിപ്പം ടെർപ്പാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ടൈപ്പ് റിസെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ഇലക്ട്രിക് കോട്ടറി വെച്ചിട്ട് ഒരു ലൂപ്പ് പോലെയുള്ളത് വെച്ച് അത് ചുരണ്ടി മാറ്റുക. അതാണ് അത്. പക്ഷെ അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ഓൺ ദ ടോപ്പിൽ തന്നെ നമ്മൾ ഈ ഇതിനകത്തേക്കൊക്കെ ഓവർ ഫ്ലൂയിഡ് ബ്ലഡിലേക്ക് ഈ നമ്മൾ അവിടെയൊക്കെ വികസിപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതിനോട് യൂസ് ചെയ്യുന്ന ഗ്ലൈസിൻ എന്നൊക്കെ പറഞ്ഞത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ ഈവൻ വെള്ളം നമ്മൾ വാട്ടറും അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടറോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ ഒക്കെയാണ് അതിന്, ഗ്ലൂക്കോസ് സൊല്യൂഷനൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അത് ഓവറായിട്ട് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ വാട്ടർ ടോക്സിസിറ്റി വന്നിട്ട് പല കോംപ്ലിക്കേഷൻസും വരാം. ഇപ്പം അത് കൊണ്ട് എനിക്കറിയില്ല കേരളത്തിലൊക്കെ ഇപ്പം ആ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോന്ന്. പക്ഷേ ഇപ്പം ഈ എൻ്റെ ഈ ആകെ ഇതൊക്കെ വന്നപ്പോഴേക്കും അങ്ങനെ ഓവർ ഫ്ലൂയിഡ് റിറ്റൻഷൻ വരുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അത് ഈ ലേസർ വെച്ച് ഈ പ്രോസ്റ്റേറ്റിനെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴൊക്കെ എല്ലായിടത്തും പ്രോബ്ലം വരാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൽ ഫങ്ഷനിൽ നമ്മുടെ യൂറിത്രയ്ക്ക് സ്ട്രിക്ചർ വരാൻ, ഓപ്പറേഷനുകളിൽ എപ്പോഴും സ്ട്രിക്ചർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അവിടെ സ്കാറിങ് വന്നിട്ട് മൂത്ര തടസ്സങ്ങൾ. അപ്പോൾ പലരുടെയും ഞാൻ പല പേഷ്യൻസിനെയും കാണാറുണ്ട്, ഇത് കഴിഞ്ഞിട്ട് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പലർക്കും പാഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെ പിന്നെ ആരും പറയല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ അറിയാതെ പോകും. ഒരാളും നമുക്കൊരു കോംപ്ലിക്കേഷൻ വന്നു, എനിക്ക് മൂത്രത്തിൽ ഇൻകോണ്ടിനൻസ് വന്നു, ഞാൻ പാഡ് വെച്ച് എനിക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് ഒരാളും പറയില്ല. അതുപോലെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ വരാവുന്നത്. പിന്നെ എപ്പോഴും ഫ്രീക്വൻസി കുറച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വരുമ്പം യൂറിനറി പാഡ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു വെച്ച് നടക്കേണ്ട വരുന്നു എന്നുള്ളതാണ് പലർക്കും വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പം ആരും അതിൻ്റെ കോംപ്ലിക്കേഷൻ മനസ്സിലാക്കാതെയാണ് അതിൽ ഒന്ന് കോംപ്ലിക്കേഷൻ അറിയുന്നില്ല. പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമുക്കിത് മാറ്റാൻ പറ്റുന്നു എന്നുള്ള മാറ്റാനും അതിനെ തിരിച്ചു കൊണ്ടുവരാനും അത് നമുക്ക് സിംറ്റമാറ്റിക് റിലീഫ് വളരെ ഏർലി ആയിട്ട് കിട്ടും. അതുപോലെ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതൊന്നും ബ്ലൈൻഡ് ആയിട്ടല്ല. നമുക്ക് സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിനാണ് സൈഡ് എഫക്റ്റ് പോലും ഇല്ല, അല്ല CT സ്കാൻ ഒന്നും പോലെയല്ല. അത് വെച്ച് തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ആ കാര്യം പിന്നെ ഈവൻ PSA കൂടുതലാണെങ്കിൽ അത് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതിയല്ലോ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഈ പ്രോസ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും
ഫിയർഫുൾ ആയിട്ട് വരുന്നത് അത് ക്യാൻസർ ആവുന്ന ഒരിതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് ഒരു 8 പേരിൽ ഒരാൾക്ക് വരും എന്നാണെങ്കിൽ, ഇവിടെയാണെങ്കിൽ ശരിക്കും പഴയ കണക്കുകൾ ഒരു 30 അല്ലെങ്കിൽ 35 പേരിൽ ഒരാൾക്ക് വരുമെന്നാണ്. പക്ഷെ ഇപ്പം അത് പോയി 20, 22ആയി. എന്നാൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇന്ത്യയിൽ കേരളത്തിലും ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ ഇൻസിഡൻസ് കൂടുന്നതായിട്ട്, അത് ശരിക്കും എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റുന്നതുകൊണ്ട് ഇൻസിഡൻസ് കൂടുന്നുണ്ടാവാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതിന് എപ്പോഴും നല്ലതാണ്. നമ്മളത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇന്നിപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ ട്രീറ്റ്മെൻറ്റാണ്. പ്രോസ്റ്റേറ്റ് കണ്ട് ക്യാൻസർ കണ്ടാൽ അപ്പം തന്നെ ഒരു PSA കണ്ടാൽ തന്നെ അപ്പം തന്നെ ബയോപ്സി എടുക്കുന്നു. അപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് പ്രോസ്റ്ററ്റക്ടമിയാണ്. പ്രോസ്റ്റേറ്റിനെ തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മൂത്രാശയത്തിൽ കൂടെ മൂത്രാശയം ഇറങ്ങി മൂത്രനാളി ഇറങ്ങി ബ്ലാഡറിൻ്റെ അടിയിലാണ്, ബ്ലാഡറിനടുത്തോട്ട് ചേർന്നാണ് ഇതിരിക്കുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാലും ഇതിൻ്റെ ഈ സിംറ്റംസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ, അതായത് നമ്മളുടെ ഒരു വാതിലുണ്ടല്ലോ, ഈ ബ്ലാഡറിൽ നിന്ന് തുറക്കുന്നേ, മൂത്രം തുറക്കുന്നേ, അതിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും എപ്പോഴും ഈ മൂത്രത്തിൻ്റെ ഇപ്പോൾ സിംറ്റംസ് വരുന്നത്, അസ്വസ്ഥതകൾ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് അതിൻ്റെയാണ്. അപ്പം ഈ പ്രോസ്റ്റേറ്റിനെ മാറ്റുക എന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു 4, 5, 6 ഒക്കെ പ്രോസ്റ്റേറ്റ് PSA മാത്രമുള്ളത് കണ്ടുപിടിച്ച് ബയോപ്സി എടുക്കുമ്പം ഏതെങ്കിലും പൊസിഷനിലൊക്കെ ഇതുണ്ടാവും. അപ്പം കുറച്ച് ക്യാൻസർ സ്റ്റേജ് വന്നിട്ടുണ്ടാവും. അപ്പം തന്നെ നമ്മൾ ഒട്ടൻ സർജറി, അപ്പോൾ പ്രോസ്റ്റേറ്റ് മാത്രമാണെങ്കിലാണ് സർജറി പറയാറുള്ളത് സാധാരണ. അപ്പം പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റിൽ നിന്ന് പുറത്തു പോയാൽ സർജറി അഡ്വൈസബിൾ അല്ല എന്നാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ നോക്കുമ്പോൾ. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുറത്തേക്ക് ഇപ്പോൾ പെൽവിസിനകത്തോ ലിംഫ് നോഡ്സിലേക്കോ പിന്നെ ബ്ലാഡറിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് എടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ബോണിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസിനും പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, എടുത്തു കളയുന്നത്. അത് എനിക്കറിയില്ല അതിൻ്റെയൊക്കെ ഫീസിബിലിറ്റി. മേ ബി വോളിയം റിഡക്ഷൻ ഡിസ്റ്റൻ്റ് അല്ലേ ഉള്ളൂ, ലോക്കലാണെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പം പേഷ്യൻസും കൂടെ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും പ്രോസ്റ്റേറ്റിന് ക്യാൻസർ വന്നിട്ടുണ്ടെന്ന് കണ്ടാൽ PSA കൂടുകയും നമ്മൾ സ്കാനിങ്ങിൽ അല്ല CT സ്കാനോ MRI ഒക്കെ ആയിരിക്കും യൂഷ്വലി എല്ലാവരും എടുക്കുക. ഞാൻ പലപ്പോഴും അതാണ് കാണാറുള്ളത്. പക്ഷേ ഐഡിയലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ PSA കൂടുതലാണ്, ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ഒരു ഡൗട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പെറ്റ് സ്കാനാണ് നോക്കേണ്ടത്. പെറ്റ് സ്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം ബോണിലും ഒക്കെ വന്നിട്ടുണ്ടോയെന്ന്. ബോണിലേക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് വരുന്നത്. സ്പ്രെഡും കൂടെ വന്ന് ചിലരിൽ നമ്മൾ കാണാറുണ്ട് പ്രോസ്റ്റേറ്റിലും ഉണ്ടാകും, ബ്ലാഡർ നെക്കിലേക്കും വന്നിട്ടുണ്ടാകും, ലിംഫ് നോഡ്സ് വലുതായിട്ടുണ്ടാകും, അതിൻ്റെ കൂടെ ഡിസ്റ്റന്റ് മെറ്റാസ്റ്റസിസ് ഉണ്ടാകും. ചിലരിൽ പ്രോസ്റ്റേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഏത് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ ഗ്രോത്ത്. അപ്പം നമ്മൾ ഇപ്പം ചെറിയ ഒരു PSA കൂടുതൽ പ്രോസ്റ്റേറ്റിൽ ഗ്രേഡ് 1 സ്റ്റേജ് 1 ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഉടനെ പ്രോസ്റ്റേറ്റ് എടുത്തു കളഞ്ഞാൽ ഗ്രേഡ് 1 അല്ലേ ഉള്ളൂ, അത് പൊയ്ക്കോളൂല്ലോ എന്ന് നമ്മൾ കരുതുന്നതിനേക്കാളും നമ്മൾ PSA നമുക്കൊരു വളരെ ക്ലിയർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാവുന്ന നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ഉണ്ട്. PSA ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. PSA കുറയുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം PSA കുറയുന്നുണ്ട്, പ്രോസ്റ്റേറ്റിൻ്റെ സൈസും കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് പറയുന്നത്? PSA കൂടിയതുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തത്. അല്ല, പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കൂടിയത് PSA കൂടി, ഇതൊക്കെയാണല്ലോ ഡയഗ്നോസിന് കാരണം. നമ്മൾ എന്തുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാതെ ഈ ക്യാൻസറിനെ പേടിച്ച് നമ്മൾ ഓവർ സർജറി ചെയ്യുന്നു? അതുപോലെ റേഡിയേഷനും ഇതെടുത്തു കളഞ്ഞാലും മിക്കവാറും പലപ്പോഴും അതിൻ്റെ കൂടെ റേഡിയേഷൻ കൂടെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മൂത്രാശയത്തെ മൂത്രനാളിയെ എല്ലാം റേഡിയേറ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വരാം, മൂത്രം പോകാൻ തടസ്സം വരാൻ പലരും ഉണ്ട്. ഈ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം മൂത്രം ഒഴിക്കുമ്പോഴും ഡയലേറ്റർ വെച്ച് ഡയലേറ്റ് ചെയ്ത് ഡയലേറ്റർ കയറ്റിയിട്ട് വേണം മൂത്രം ഒഴിക്കാൻ. അപ്പോൾ അതൊക്കെ വലിയ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ഇപ്പം ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തെ പറ്റി പറയുമ്പോൾ കിഡ്നി ഈ പ്രോസ്റ്റേറ്റ് വീക്കവുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നും
ഇപ്പം ലേറ്റസ്റ്റ് പറയുന്നതനുസരിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഈ കിഡ്നി ഫങ്ഷനും ഈ പ്രോസ്റ്റേറ്റും ഒക്കെ ഒരു കണക്റ്റഡ് ആണെന്നുള്ളത് ആയിട്ട് പറയുന്നു. അപ്പം ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈവൻ കിഡ്നിയുടെ കറക്ഷനോ ഇൻസുലിനുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനം ഇത് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ കൂടുതലുള്ള അല്ലെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനും കിഡ്നി ക്യാൻസർ വരാനും എല്ലാ ക്യാൻസറുകൾക്കും സാധ്യത കൂടുതലാണ്. കാരണം ഈ ഇൻസുലിൻ കൂടുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്നതാണ്. അപ്പം അത് ഇൻസുലിൻ ക്യാൻസറോജനിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. അതിൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും, നമ്മുടെ അണുക്കളെയോ അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെ ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന ഇതുണ്ട്. അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നും ഇൻഫെക്ഷൻ വന്നാൽ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ തന്നെയാണ് ക്യാൻസറും ഡയബറ്റീസും ക്യാൻസർ ആണെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഒരേ രീതിയിൽ തന്നെയാണ് അതിനെ അവർ മാനേജ് ചെയ്യേണ്ടത്. അവർക്ക് ബ്ലഡ് ലെവൽ കൂടി ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റീസ് കറക്റ്റ് ചെയ്യേണ്ടതും ഡയബറ്റീസ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ ലെവൽ കുറയ്ക്കുകയും ഷുഗർ ലെവൽ കുറയ്ക്കുകയും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഒഴിവാക്കി ഇൻസുലിൻ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ അതിനൊന്നും ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. പിന്നെ എല്ലാം ഇങ്ങനെ സെഗ്മെൻ്റലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വരുമ്പം നേരെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാ കീമോതെറാപ്യൂട്ടിക് ഏജൻസും വെരി ടോക്സിക് ആണ്, നമ്മുടെ ബോഡിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റേഡിയേഷനും അതുപോലെ തന്നെ വെരി ടോക്സിക് ആണ്, നമ്മുടെ ബോഡിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനാണ് ഇന്ന് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യമൊക്കെ ആർക്കും താല്പര്യമില്ല. കാരണം അതിൻ്റെ ഒത്തിരി എക്കണോമിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാവാം. അപ്പം എന്താണെങ്കിലും മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സ് വളരെ കുറവാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ബേസിക്കലി മോഡേൺ മെഡിസിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെന്നുള്ള സത്യം പോലും പലപ്പോഴും മറന്നു പോകുന്നു, ഡോക്ടേഴ്സ് മാത്രമല്ല പേഷ്യൻസ്. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.